ഹലോ, എന്താടാ പറയ്. അതൊരു അപ്പർച്ചർ ഒരു 8 ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പർച്ചർ 8 F8 അപ്പർച്ചർ എടാ, അപ്പർച്ചർ F സ്റ്റോപ്പ് എടാ, അച്ചാറില്ല അപ്പർച്ചർ. കേട്ടില്ലേ? ഫോട്ടോഗ്രാഫിയിലെ തുടക്കക്കാർക്ക് ഒരുപാട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു പദമാണ് അപ്പർച്ചർ. എന്താണ് അപ്പർച്ചർ എന്നും ഫോട്ടോഗ്രാഫിയിൽ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്നും നമുക്ക് ഈ എപ്പിസോഡിൽ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫോട്ടോ വാക്ക്. അപ്പർച്ചർ ക്യാമറയ്ക്കുള്ളിലേക്ക് വെളിച്ചം കടത്തിവിടുന്ന ലെൻസിലെ ഓപ്പണിംഗ് ആണ് അപ്പർച്ചർ എന്ന് ലളിതമായി പറയാം. സാധാരണയായി ഈ ഓപ്പണിങ്ങിൻ്റെ വലിപ്പം അഥവാ വ്യാസം ആണ് അപ്പർച്ചർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമറയ്ക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കും. ലെൻസിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന അപ്പർച്ചർ ബ്ലേഡുകൾ അഥവാ പ്ലേറ്റുകളാണ് ഇത് ക്രമീകരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അപ്പർച്ചർ. സാധാരണ ഇത് സൂചിപ്പിക്കുന്നത് F സ്റ്റോപ്പ് അല്ലെങ്കിൽ F നമ്പർ എന്ന് പറയുന്ന ചില നമ്പറുകൾ കൊണ്ടാണ്. ഉദാഹരണമായി F1.4, 1.8, F6 തുടങ്ങിയ കുറച്ച് നമ്പറുകൾ. അപ്പർച്ചർ പ്രധാനമായും ഒരു ഇമേജിൻ്റെ 2 ഘടകങ്ങളെയാണ് ബാധിക്കുന്നത്. ഒന്ന് എക്സ്പോഷർ, 2 ഡെപ്ത് ഓഫ് ഫീൽഡ്. ഇവ രണ്ടും എന്തെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമതായി എക്സ്പോഷറിനെ എങ്ങനെയാണ് അപ്പർച്ചർ ബാധിക്കുന്നത് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ക്രമീകരിക്കാവുന്ന ഒരു ഓപ്പണിംഗ് ആണ് അപ്പർച്ചർ എന്ന്. അതായത് ഈ അപ്പർച്ചറിൻ്റെ വലിപ്പം കൂടുന്തോറും ക്യാമറയ്ക്കുള്ളിലേക്ക് എത്തുന്ന പ്രകാശം കൂടുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ചും അപ്പർച്ചറിൻ്റെ വലിപ്പം കുറയുമ്പോൾ ക്യാമറയ്ക്കുള്ളിലേക്ക് എത്തുന്ന പ്രകാശം കുറയുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന്. ഉദാഹരണമായി F1.8 ഏകദേശം ഇത്രത്തോളം ഉണ്ട് എന്ന് കരുതുക. ഇത്രയും വലിപ്പമുള്ള ഓപ്പണിങ്ങിൽ കൂടി കൂടുതൽ പ്രകാശം ക്യാമറയ്ക്കുള്ളിലേക്ക് കടക്കും എന്ന് കരുതുക. F നമ്പർ കൂട്ടുക എന്ന് കരുതുക. അതായത് അപ്പർച്ചർ ഓപ്പണിംഗ് കുറയ്ക്കുന്നു. F6ൻ്റെ ഓപ്പണിംഗ് ഏകദേശം ഇത്രത്തോളമാണ് എന്ന് കരുതുക. തീർച്ചയായും ക്യാമറയ്ക്കുള്ളിലേക്ക് എത്തുന്ന പ്രകാശം കുറവായിരിക്കും, ചിത്രം ഇരുണ്ടതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഒരു നാച്ചുറൽ കണ്ടീഷനിൽ വിവിധ അപ്പർച്ചർ സെറ്റിങ്ങുകൾ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ എടുത്തു നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അപ്പർച്ചറുകൾ ഇതൊക്കെയാണ്: F2.5, F3.5, F5, F7.1, F10, F14. അപ്പർച്ചർ ഒരു ചിത്രത്തിനെ 2 ഘടകങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ രണ്ടാമത്തെ ഘടകമാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഒരു ഇമേജിൻ്റെ ഫോക്കസിനുള്ളിൽ വരുന്ന ഏരിയയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇമേജ് F2.5 എടുത്ത ചിത്രമാണ്. അതിനകത്ത് നമുക്ക് കണ്ടുകഴിയുമ്പോൾ മനസ്സിലായി എത്രത്തോളം ലൈറ്റ് ഉണ്ട്, അത് എത്രത്തോളം ഏരിയ ഫോക്കസ്ഡ് ആയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏതാണ്ട് ചെറിയ ഏരിയ മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത പിക്ചർ F3.5 നമ്മൾ എടുത്തത്. ആ ഇമേജിൽ കുറച്ചും കൂടെ ഫസ്റ്റുള്ള ടോയ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. നമ്മുടെ അടുത്ത ചിത്രം F5 അതിൽ ഫോർഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റും, അതായത് ഫസ്റ്റ് ഇരിക്കുന്ന ആ ടോയും ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 ടോയ്, അതിൽ ആദ്യത്തെ ടോയ് കുറച്ചും കൂടെ ഫോക്കസിലേക്ക് എത്തിയിട്ടുണ്ട്. നാലാമത്തെ ചിത്രം F7.1 അത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ഫോക്കസ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇരിക്കുന്ന ഫോർഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റും രണ്ടാമതിരിക്കുന്ന ഒബ്ജക്റ്റും ഓൾമോസ്റ്റ് മൂന്നാമത്തെ ഒബ്ജക്റ്റിന് അടുത്ത് വരെ ഫോക്കസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഇമേജ് F10 എടുത്താണ്. F10 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം അപ്പർച്ചർ വളരെ ചെറിയ അപ്പർച്ചറാണ്. ലാസ്റ്റ് ഇമേജ് F14 ആണ്, F14. അതിലെടുത്ത ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല അണ്ടർ എക്സ്പോസ്ഡ് ആണ്, വെളിച്ചം വളരെ കുറവാണ്, ചിത്രം ഇരുണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു നാച്ചുറൽ കണ്ടീഷനിൽ വിവിധ അപ്പർച്ചർ സെറ്റിങ്ങുകളിൽ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ എക്സ്പോഷറിലും ഡെപ്ത് ഓഫ് ഫീൽഡിലും ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.